നമസ്കാരം. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ദിനത്തിൽ ബിനീഷ് കോടിയേരിയുടെ ഒരു വൈകാരികമായിട്ടുള്ള FB പോസ്റ്റ് കാണാനിടയായി. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. മരണം അവിഭാജ്യമാണെന്ന് അറിഞ്ഞിട്ടും ഭയരഹിതനായി മകന്റെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് മരണത്തിലേക്ക് നടന്നുപോയ ഒരു അച്ഛന്റെ കഥ പറയുന്ന ഇറ്റാലിയൻ ചലച്ചിത്രമുണ്ട്. ഓസ്കാർ അവാർഡ് അടക്കം നേടിയ ചിത്രത്തിന്റെ പേര് തന്നെ വലിയൊരു വൈരുദ്ധ്യമാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. റോബർട്ടോ ബെനിഗ്നിക്ക് ഓസ്കാർ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ടു പോയ ഒരു അച്ഛന്റെയും മകന്റെയും കഥയാണ് അതിന്റെ പ്രമേയം. ക്യാമ്പിൽ ഉണ്ടാവുന്ന ഓരോ പീഡനവും ഒരു ഗെയിമാണെന്നും ആ ഗെയിമിൽ വിജയിച്ചാൽ ഒരു യുദ്ധ ടാങ്ക് സമ്മാനമായി ലഭിക്കുമെന്നും മകനെ വിശ്വസിപ്പിക്കുന്ന അച്ഛൻ. താൻ ഏതാനും നിമിഷങ്ങൾക്കകം കൊല്ലപ്പെടുമെന്ന് അറിയാവുന്ന അച്ഛനും അച്ഛൻ ഗെയിമാണ് കളിക്കുന്നതെന്ന് കരുതി അച്ഛനെ നോക്കുന്ന മകനും. നാസി പട്ടാളത്തിന്റെ തോക്കിൻ മുനയിൽ നിന്ന് അച്ഛൻ മകനെ നോക്കി കണ്ണുറുക്കി ഒരു ചിരി ചിരിക്കുന്നുണ്ട്. മകൻ തിരിച്ചു. അവസാനം യുദ്ധം ജയിച്ചപ്പോഴേക്കും ആ മകന് തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടിരുന്നു. സ്വന്തം ജീവിതം ഹോമിച്ച് യുദ്ധം ജയിപ്പിച്ച ആ അച്ഛൻ മരണത്തിലേക്ക് ചിരിയോടെ നടന്നുപോയി. മരണത്തിന്റെ മുനമ്പിലും ജീവിതത്തിന്റെ കഥനഭാരങ്ങൾ ഒന്നും മകനെ അറിയിക്കാതെ ആ നായകനെ പോലെയായിരുന്നു എന്റെ അച്ഛനും. ഏത് അത്യാപത്തിനു മുന്നിലും ചിരിയോടെ അല്ലാതെ കണ്ടിട്ടില്ലാത്ത എന്റെ അച്ഛൻ. അച്ഛനായിരുന്നു എന്റെ ഹീറോ, അച്ഛനായിരുന്നു എന്റെ ശക്തി, അച്ഛനായിരുന്നു എന്റെ സർവസ്വവും. ജീവിതം ഒരു പോരാട്ടമാണെന്നും ജീവിതം ഒരു സമരമാണെന്നും അച്ഛൻ പറഞ്ഞത് എല്ലാവർക്കും എന്നതുപോലെ എനിക്കും ബാധകമാണ്. ശക്തർക്കും കീഴടങ്ങുന്നവർക്കും ചിലപ്പോൾ ജയിക്കാനാവും, പക്ഷേ ധൈര്യമുള്ളവർക്കും കീഴടങ്ങാത്തവർക്കും മാത്രമേ ചരിത്രത്തിൽ നിലനിൽക്കാൻ കഴിയൂ എന്നാണ് എന്റെ അച്ഛന്റെ ജീവിത സന്ദേശം. കരുത്തനും അസാമാന്യ ധൈര്യശാലിയുമായിരുന്നു എന്റെ അച്ഛൻ. മരണത്തെ അച്ഛൻ ഒരിക്കലും പേടിച്ചിട്ടേയില്ല. പേടി അത്രയും ഞങ്ങൾക്കായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ ചില രാത്രികൾ കുടിയേരിയിലെ ഞങ്ങളുടെ വീട്ടിലെ ഫോൺ നിർത്താതെ ശബ്ദിക്കും. രാത്രിയിൽ എത്തുന്ന അത്തരം ഫോൺ കോളുകൾക്ക് പറയാനുണ്ടാവുക ഏതെങ്കിലും കൊലപാതക വാർത്തയാവും. അതുവരെ ഞങ്ങളോടൊപ്പം കഥ പറഞ്ഞ് ചിരിച്ച് തമാശകൾ പങ്കിട്ട് കട്ടിലിൽ കിടന്നിരുന്ന അച്ഛന്റെ മറ്റൊരു മുഖമാവും പിന്നെ കാണുക. വലിഞ്ഞു മുറുകി ഗൗരവം തുളുമ്പുന്ന മറ്റൊരു മുഖത്തോടെ അച്ഛൻ വസ്ത്രം മാറി പുറത്തേക്ക് ഇറങ്ങും. ഞങ്ങളുടെ വീട്ടിലേക്ക് അന്ന് റോഡില്ല. താഴെ റോഡിൽ നിൽക്കുന്ന വെളുത്ത അംബാസിഡർ കാർ അച്ഛനെയും കയറ്റി പോകുന്നത് ഞങ്ങളും അമ്മയും കണ്ടു നിൽക്കും. കുറച്ചു കഴിയുമ്പോൾ വീട്ടിലേക്ക് പാർട്ടി സഖാക്കൾ ഓരോരുത്തരായി വന്നു തുടങ്ങും. ആ വീടിന്റെ സുരക്ഷ പിന്നെ അവരുടെ കൈകളിലാണ്. പിറ്റേന്ന് ഞങ്ങൾക്ക് സ്കൂൾ ഉണ്ടാവില്ല എന്നതിനപ്പുറം തലശ്ശേരിയുടെ രാഷ്ട്രീയ സംഘർഷം എന്താണെന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയാത്ത കാലമാണത്. പിറ്റേന്ന് കാലത്ത് ആകാശവാണിയിലെ വാർത്തയിലൂടെ അറിയാം അച്ഛൻ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന്. എന്റെ ഓർമ്മകളിലെ ആദ്യത്തെ കൊടിയേരി ഇങ്ങനെയൊക്കെയാണ്. പാതിരാത്രിയിൽ ഇറങ്ങിപ്പോവുകയും ദിവസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി ഏതെങ്കിലും ഒരു ദിവസം കയറി വരികയും ചെയ്യുന്ന കൊടിയേരി. ഓരോ യാത്രയും ഒരു പുറപ്പാടായിരുന്നു. മടങ്ങി വരുമോ എന്ന് ഉറപ്പില്ലാത്ത വഴികളിലൂടെയാണ് അച്ഛൻ സഞ്ചരിച്ചതത്രയും. പാർട്ടി സഖാക്കൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ അതറിയുന്ന മാത്രയിൽ തന്നെ അവിടെ എത്തണം എന്നത് അച്ഛന് നിർബന്ധമാണ്. പങ്ങന്നൂർ ചന്ദ്രൻ കൊല്ലപ്പെട്ട ദിവസം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അച്ഛനടക്കം ഞങ്ങൾ എല്ലാം അന്ന് ഒരു ബന്ധുവിന്റെ കല്യാണമായതുകൊണ്ട് കൊടിയേരി വീട്ടിലാണ്. വിലാപയാത്ര വഴി തിരിച്ചുവിട്ട് അച്ഛനുള്ള സ്ഥലത്തു കൂടി നടത്താൻ അവർ പ്ലാൻ ചെയ്തത് പെട്ടെന്നാണ്. ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള ആയുധധാരികളായ RSSകാർ വിലാപയാത്രയ്ക്കൊപ്പമുണ്ട്. ഈ പദ്ധതി എങ്ങനെയോ അച്ഛന് ചോർന്നു കിട്ടി. പിന്നെ ഞങ്ങൾ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ്. മിനിറ്റുകൾക്കുള്ളിൽ വീടിന്റെ പറമ്പ് നിറയെ പാർട്ടി സഖാക്കൾ എത്തി. റോഡിലിറങ്ങി കൈ പുറകിൽ കെട്ടി ഒറ്റയ്ക്ക് ദൂരത്തേക്ക് നോക്കി നിൽക്കുന്ന അച്ഛന്റെ രൂപം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ വിലാപയാത്രയ്ക്ക് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. ഈ ചങ്കൂറ്റമുണ്ടെങ്കിലേ അന്ന് ജീവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കൊല്ലപ്പെടും. പഴയ തലശ്ശേരിയിലെ ഏതാണ്ട് എല്ലാ നേതാക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപാരമായ സാഹസികതയും അചഞ്ചമായ അർപ്പണബോധവും അനിതര സാധാരണമായ പ്രത്യയശാസ്ത്ര തെളിമയും അനസൂയ വിശുദ്ധമായ സ്നേഹവും അതുല്യമായ സംഘാടക പാഠവും ഒത്തിണങ്ങിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്റെ അച്ഛൻ. കോൺഗ്രസ് കുടുംബത്തിലാണ് അച്ഛൻ ജനിച്ചത്. അച്ഛന്റെ അമ്മാവൻ നാണു നമ്പ്യാർ പക്ഷേ കമ്മ്യൂണിസ്റ്റാണ്. അമ്മാവനാണ് അച്ഛനിൽ കമ്മ്യൂണിസത്തിന്റെ ആധാരശില പാകുന്നത്. തലശ്ശേരി ഓണിയൻ സ്കൂൾ KSFന്റെ ആദ്യ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് അച്ഛന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. കാഞ്ഞങ്ങാട് വെച്ച് നടന്ന KSF ജില്ലാ സമ്മേളനത്തിൽ തലശ്ശേരി താലൂക്കിനെ പ്രതിനിധീകരിച്ച് 2 ബാലകൃഷ്ണന്മാർ പങ്കെടുത്തു. മൂഴിക്കരയിൽ നിന്ന് വന്ന ബാലകൃഷ്ണനും ഈങ്ങയിലപ്പീടികയിൽ നിന്ന് വന്ന ബാലകൃഷ്ണനും. മൂഴിക്കരക്കാരൻ ഈങ്ങയിലപ്പീടികയിൽ നിന്ന് വന്ന ബാലകൃഷ്ണനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി. ഇത് കൊടിയേരി ബാലകൃഷ്ണൻ. പേരിന് മുന്നിൽ അച്ഛൻ കൂടെ കൊണ്ടു നടന്ന സ്ഥലനാമം പിന്നീട് അച്ഛന്റെ കൂടി മേൽവിലാസമായി. ആദ്യമായി അച്ഛൻ RSSകാരുടെ ആക്രമണം നേരിടുമ്പോൾ കഷ്ടി 15 വയസ്സേയുള്ളൂ. SLC പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി മല്ലേഴ്സ് റോഡിൽ വെച്ച് RSSകാർ അച്ഛന്റെ തലയടിച്ചു പൊട്ടിച്ചു. ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഈ ആക്രമണം. കുറെ നാൾ ആശുപത്രിയിൽ കിടന്നു. കോൺഗ്രസ് പശ്ചാത്തലമുള്ള അച്ഛന്റെ കുടുംബം അച്ഛനെ മദ്രാസയിലേക്ക് അയച്ചു. അവിടെ ബന്ധു ജോലി ചെയ്തിരുന്ന ഒരു ചിട്ടി കമ്പനിയിൽ ജോലിക്ക് ചേർത്തു. ജോലി നോക്കി സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നേ അവർ കരുതിയുള്ളൂ. പക്ഷേ ഏതാനും ആഴ്ച കൊണ്ട് പുതിയ ജോലി അച്ഛനും എടുത്തു.
മടങ്ങി വന്ന് പഠനം പുനരാരംഭിച്ചു. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ അന്ന് മാഹി പ്രീ ഡിഗ്രി കോളേജ് ആരംഭിക്കുന്നു. അവിടെ അഡ്മിഷൻ എടുത്ത ശേഷമാണ് അച്ഛന്റെ രാഷ്ട്രീയ ജാതകം പ്രിൻസിപ്പാൾ രവീന്ദ്രന്റെ കയ്യിലെത്തുന്നത്. തലശ്ശേരിയിലെ ഡിവൈഎസ്പി ഓഫീസിൽ നിന്നും കൊടുത്തയച്ച ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഇങ്ങയിലെ പീടികയിൽ നിന്നും പഠിക്കാൻ വരുന്ന കുടിയേരി ബാലകൃഷ്ണൻ എന്ന വിദ്യാർത്ഥി കുഴപ്പക്കാരനാണ്, അയാളെ സൂക്ഷിക്കണം. പിന്നീട് പലരും പലതവണ ഇതേ വാക്ക് പരസ്യമായും രഹസ്യമായും എതിരാളികളും ആവർത്തിച്ചിട്ടുണ്ട്: സൂക്ഷിക്കണം അയാളെ. കഴിഞ്ഞ ദിവസം പുഷ്പേട്ടന്റെ അനുസ്മരണ ദിവസമായിരുന്നു. അച്ഛനോടൊപ്പം പ്രവർത്തിക്കുന്ന നിരവധി പേരെ ഞാനന്ന് അവിടെ കണ്ടു. അച്ഛനോടൊപ്പം പ്രവർത്തിച്ച ഒരു പഴയ സഖാവ് എന്നോട് പങ്കുവച്ച മറ്റൊരു സംഭവ കഥ കൂടി പറയട്ടെ. 1980കളുടെ തുടക്കത്തിൽ അച്ഛനെ RSSകാർ ഒരു കള്ളക്കേസിൽ കുടുക്കി. കള്ളമൊഴി നൽകി MLA ആയ അച്ഛനെ തെറ്റായി കേസിൽപ്പെടുത്തിയതാണ്. മാമൻ വാസു അടക്കമുള്ള സഖാക്കൾ ആ കേസിൽ കൂട്ടുപ്രതിയാണ്. അച്ഛൻ ആ കേസിൽ ജാമ്യം എടുത്തിരുന്നു. കോടതിയിൽ വിചാരണയ്ക്കായി നിൽപ്പുണ്ട്. വിചാരണ ആരംഭിക്കുന്ന ദിവസം മറ്റെല്ലാവരെയും പോലീസ് വാനിലാണ് തലശ്ശേരി കോടതിയിൽ കൊണ്ടുവന്നത്. അന്നേ ദിവസം മറ്റൊരു കേസിൽ പ്രതിയായ ഒരു സംഘം RSSകാരെയും ജയിലിൽ നിന്ന് CPIM പ്രവർത്തകരോടൊപ്പം ആ വാനിൽ കയറ്റി. വാനിൽ അകത്തു വെച്ച് ചെറിയ വാക്ക് തർക്കം, അത് ചെറിയ അടിയിൽ കലാശിച്ചു. ഇതറിഞ്ഞ് കോടതി മുറ്റം നിറയെ RSSകാർ തമ്പടിച്ച് നിൽക്കുന്നതിന് നടുവിലേക്കാണ് ഈ വാൻ വന്നു നിന്നത്. കോടതി വരാന്തയിലേക്ക് കയറുന്നതിനിടയിൽ RSSകാർ സഖാക്കളെ വളഞ്ഞു. പിന്നെ കാണുന്നത് സൗമ്യനായ അച്ഛന്റെ മറ്റൊരു രൂപമാണ്. അച്ഛൻ മുന്നിൽ വന്ന് നമ്മുടെ സഖാവിന്റെ കയ്യിൽ പിടിച്ചു നടക്കാൻ പറഞ്ഞു. RSSകാർ അച്ഛനോടൊപ്പം നടക്കുന്ന ആ സഖാവിനെ മുട്ടുകൊണ്ടൊന്ന് തട്ടി. ആക്രമണത്തിന് മുതിർന്ന RSSകാരന്റെ കോളറിന് പിടിച്ച് വലിച്ചിഴച്ച് പോലീസ് ജീപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന കുടിയേരിയെ ആണ് പിന്നെ അവിടെ കണ്ടത്. പോലീസിനെ നോക്കി അലറിക്കൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ ആജ്ഞാപിക്കുന്ന രംഗം. കോടതി വരാന്തയിൽ അത്രയും RSSകാർ നോക്കി നിൽക്കെ അവരുടെ കൂട്ടത്തിൽ നിന്നൊരാളെ വലിച്ചു ജീപ്പിനടുത്ത് കൊണ്ടുപോയ കുടിയേരി ബാലകൃഷ്ണന്റെ ധൈര്യമാണ് ആ സഖാവ് എന്നോട് വിവരിച്ചത്. ഏത് ആൾക്കൂട്ടത്തിന് നടുവിലും തലയുയർത്തി നിൽക്കുന്ന കൂസലില്ലായ്മയുടെ മറുപേരായിരുന്നു കൊടിയേരി എന്റെ അച്ഛൻ. കണ്ണൂരിന്റെ ചുവന്ന മണ്ണ് സഖാക്കളുടെ ചോര വീണ് ചുമന്ന 80കളുടെ അവസാനവും 90കളും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കൊലപാതകങ്ങൾ തുടർക്കഥയായ 90കളുടെ തുടക്കത്തിൽ പാർട്ടിയെ നയിക്കുക എന്ന അത്യന്തം ശ്രമകരമായ ദൗത്യം അച്ഛനെ പാർട്ടി വിശ്വസിപ്പിച്ചേൽപ്പിച്ചത് ഈ അസാമാന്യമായ സാഹസികതയും അചഞ്ചലമായ പാർട്ടി കൂറും കൊണ്ടാവാം. ഒരു വശത്ത് ശ്രീ K സുധാകരനും അടുത്ത കാലത്ത് അയാൾ ഹൈജാക്ക് ചെയ്ത കണ്ണൂർ DCCയും, മറുവശത്ത് RSSും മംഗലാപുരം മുതൽ നാദാപുരം അതിർത്തി വരെ നീണ്ട അതിന്റെ സർവ്വസന്നാഹങ്ങളും. ഇനിയൊരു വഴിയിൽ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ K കരുണാകരൻ തയ്യാറാക്കി നിർത്തിയ പോലീസ് അക്ഷഹൗണിയും അതിന്റെ യുദ്ധസമാനമായ വേട്ടയും. ഡിസ്റ്റിലറി ബിസിനസിന്റെ മറവിൽ കണക്കില്ലാത്ത പണവും ആയുധങ്ങളും കണ്ണൂരിനെ ചുട്ട് ചാമ്പലാക്കാനുള്ള അത്രയും വെടിമരുന്നും നിറച്ച ലോറികൾ കണ്ണൂരിലേക്ക് ഒഴുകി. നാഗ്പൂർ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ആയോധന മുറകൾ പഠിച്ച പേരറിയാത്ത പ്രചാരകന്മാർ കണ്ണൂരിന്റെ ഗ്രാമങ്ങളിൽ തമ്പടിച്ചു. പൊതുശത്രുവിനെ ഇല്ലാതാക്കാൻ ഇരുപക്ഷവും ആളും ആയുധവും പരസ്പരം കൈമാറി. രാഷ്ട്രീയ മേൽക്കോയ്മ ഉറപ്പിക്കാൻ സഹകരണ ബാങ്കുകളെയും സഹകരണ ആശുപത്രികളെയും ആദ്യം ആക്രമിക്കുക എന്നതായിരുന്നു ശ്രീ സുധാകരന്റെ യുദ്ധതന്ത്രം. ക്ഷേത്രമുറ്റത്ത് നിങ്ങൾ നടത്തുന്ന ശാഖകൾക്ക് ഞങ്ങളും ഞങ്ങളുടെ പോലീസും കാവൽ നിൽക്കും. പകരം പിണറായി, കോടിയേരി, EP ജയരാജൻ ഇവരിൽ ആരുടെയെങ്കിലും മൃതദേഹം നിങ്ങൾ പകരം തരണം. ഗ്രാമങ്ങളെ അശാന്തമാക്കി ആയുധ പരിശീലനവും ബോംബ് നിർമ്മാണവും അഭംഗുരം അരങ്ങേറി. മഹത്തായ പയ്യന്നൂർ സമ്മേളനത്തിന്റെ ഉപ്പുകുറുക്കലിന്റെ പാരമ്പര്യമുള്ള കണ്ണൂർ DCC ഓഫീസിനുള്ളിൽ പോലും ബോംബ് നിർമ്മാണം ആരംഭിച്ചു. കണ്ണൂരിലെ കോൺഗ്രസ് നൈർമല്യമുള്ള മുഖമായിരുന്ന പാമ്പൻ മാധവനേക്കാൾ പഞ്ചാബിലെ ദിദ്ദൻവാലയിലെ നിന്നാണെന്ന് തോന്നുന്നു അന്നത്തെ ശ്രീ K സുധാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആവേശം ഉൾക്കൊണ്ടിരുന്നത്. സംവാദത്തിന്റെ വഴി അന്യമായിരുന്ന അദ്ദേഹത്തിന് ഒരു ഭാഷ മാത്രമേ അറിയാമായിരുന്നുള്ളൂ: അക്രമം, മരണം. ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും സഹയാത്രികനായി തുടങ്ങിയ കാലം. ഒന്നുകിൽ സർവശക്തിയും ഉപയോഗിച്ച് പ്രതിരോധിക്കുക, അല്ലെങ്കിൽ നിർദാക്ഷിണ്യം ചത്തുവീഴുക. ഇതായിരുന്നു അച്ഛന്റെ നേതൃത്വം ഏറ്റെടുക്കുമ്പോഴുള്ള അവസ്ഥ. നടാലിലെ റെയിൽവേ ഗേറ്റിന് അടുത്ത് വെച്ച് അച്ഛന് നേരെ പാളിപ്പോയ ഒരു വധശ്രമം ഉണ്ടായി. K സുധാകരൻ തീറ്റിപ്പോറ്റുന്ന ഒരു സംഘം അച്ഛന്റെ കാറിനെ പിന്തുടർന്നെത്തി. കണ്ണൂർ DC-യുടെ പരിചയസമ്പന്നനായ ഡ്രൈവർ തമ്പാന്റെ കാറോട്ട വേഗതയ്ക്ക് മറികടക്കാൻ പിന്നാലെ എത്തിയ സംഘത്തിന് കഴിഞ്ഞില്ല. നാടാലിലെ റെയിൽവേ ഗേറ്റിന് അടുത്ത് വെച്ച് സഖാക്കൾ രൂക്ഷമായ കല്ലേറ് നടത്തിയതോടെ ബോംബെറിഞ്ഞ് അക്രമികൾ രക്ഷപ്പെട്ടു. ഇരട്ടി ചെറുപുഴയിൽ വെച്ച് നടന്ന ആദ്യ ശ്രമം പരാജയപ്പെട്ടിട്ട് ദിവസങ്ങൾക്കുള്ളിലായിരുന്നു നടാലിൽ വെച്ച് നടന്ന രണ്ടാം ശ്രമം. അന്നൊക്കെ ഏതു നിമിഷവും എന്തും സംഭവിക്കാം. എപ്പോൾ വേണമെങ്കിലും സഖാക്കൾ കൊല്ലപ്പെടാം. ഊണ് കഴിക്കാൻ തിങ്ങി നിറഞ്ഞൊരു ഹോട്ടൽ മുറിയിലേക്ക് ഓടുന്ന കാറിന്റെ പെട്രോൾ ടാങ്ക് ലക്ഷ്യമാക്കി വരാന്തയിലിരിക്കുന്ന നിരപരാധിയായ കമ്മ്യൂണിസ്റ്റുകാരന് നേർക്ക്, ജോലി സ്ഥലത്ത്, ആശുപത്രിയിൽ, സിനിമാ ടാക്കീസിൽ, ഉത്സവപ്പറമ്പിൽ, കല്യാണ വീട്ടിൽ ഓടുന്ന ബസ്സിൽ എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. മാർക്സിസ്റ്റുകാരുടെ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പത്രങ്ങൾ പുലർത്തിയ അസാധാരണമായ മിതത്വവും ഒച്ചിഴയുന്ന വേഗത്തിലുള്ള പത്രപ്രവർത്തകരുടെ അന്വേഷണ പാഠവും ഊഴം പോലെ നീക്കിവെക്കുന്ന കഷ്ടി 2 കോളം വാർത്തയും
കണ്ണൂരിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകന്റെ ജീവിതത്തിന് പത്രങ്ങൾ നൽകിയ വില ആ 2 സെന്റിമീറ്റർ വിലയായിരുന്നു. അടുത്ത ദിവസം മുതൽ മാർക്സിസ്റ്റ് ആക്രമണത്തിന്റെ സചിത്ര വിവരങ്ങൾ ഉള്ള പത്രങ്ങളുടെ അധികം അച്ചടിച്ച കോപ്പികൾ കണ്ണൂരിലെ പീഡിക വരാന്തയിലെ ചണനൂലിൽ തൂങ്ങിക്കിടക്കും. ബ്യൂറോയിലെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫർമാർ എടുത്ത ഷാർപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ, സ്വന്തം ലേഖകൻ സംഭവ സ്ഥലത്ത് നിന്ന് തയ്യാറാക്കിയ കണ്ണീർ കഥകൾ, സംഭ്രമജനകമായ ദൃക്സാക്ഷി വിവരണങ്ങൾ, വിലാപയാത്രയുടെ എരിയൽ വ്യൂ ഫോട്ടോസ്, ബന്ദിന് അടഞ്ഞുകിടക്കുന്ന കണ്ണൂർ മാർക്കറ്റിന്റെ ചിത്രം എല്ലാമുള്ള സമഗ്ര പാക്കേജുള്ള പത്രം കണ്ടാൽ ആരും മാർക്സിസ്റ്റുകാരെ വെറുത്തു പോകും. പിന്നാലെ കളക്ടർ വിളിക്കുന്ന സർവകക്ഷി സമാധാന കമ്മിറ്റി എന്ന പൊറാട്ട് നാടകം, പുത്തൻകൂർ കോൺഗ്രസുകാരുടെ തള്ളിക്കയറ്റത്തിൽ അപ്രസക്തമായി പോയ ഏതെങ്കിലും പഴയ ഒരു ഗാന്ധിയന്റെ കളക്ടറേറ്റ് പടിക്കലിലെ ഉപവാസം, തിരുവനന്തപുരത്തെ ആദർശധീരന്റെ മാർക്സിസ്റ്റ് അക്രമ മുറവിളി, പിന്നാലെയുള്ള പ്രാക്ക്. 90കളുടെ ആദ്യ പകുതിയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളോടുള്ള 2 തരം നീതി ഇതായിരുന്നു. ഞാൻ ഇന്നൊരു മാർക്സിസ്റ്റുകാരനെ കൊന്നിട്ടാണ് ഈ യോഗത്തിൽ വന്ന് പ്രസംഗിക്കുന്നതെന്ന് ഒരാൾ വീരസ്യം പറഞ്ഞാൽ കൈയടിക്കാൻ ആളുണ്ടായിരുന്ന കാലം ആണത്. മാർക്സിസ്റ്റുകാരൻ ചത്താൽ പുല്ലുവില പോലും പത്രങ്ങൾ നൽകാത്ത കാലം. കൊല്ലപ്പെടുന്നത് മാർക്സിസ്റ്റുകാരനാണെങ്കിൽ ഇൻക്വസ്റ്റ് മുതൽ തുടങ്ങും അട്ടിമറി. തെളിവും രേഖയും കീഴ്മേൽ മറിയും. കൊല്ലപ്പെട്ടയാൾ മരിക്കും മുമ്പ് കൊടുത്ത മരണമൊഴിയിൽ പറഞ്ഞ കൊലപാതകികൾ എല്ലാം അലീബിയാകും. ദിവസങ്ങൾക്ക് മുമ്പേ അവർ നാട്ടിലില്ല എന്നതിന് തെളിവ് വരും. ലൈസൻസ് ഇല്ലാത്ത തോക്ക് പൊട്ടി ആൾ മരിച്ചാൽ കുറ്റമേൽക്കാൻ പോലീസ് യൂണിഫോം ഇട്ട കോൺഗ്രസുകാരൻ തന്നെ തന്റെ സർവീസ് റിവോൾവറുമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. കൊലപാതകികൾ മന്ത്രിമന്ദിരത്തിൽ ഒളിച്ചു പാർക്കും. അവർക്ക് സഞ്ചരിക്കാൻ പോലീസ് എസ്കോർട്ട് പോകും. മുൻ ആഭ്യന്തരമന്ത്രിയുടെ വീടിന്റെ അടുക്കളപ്പുറങ്ങളിൽ ഗൂഢാലോചനക്കാർ സർവാണി സദ്യയൊരുക്കും. സർക്കാർ അതിഥി മന്ദിരങ്ങൾ ആൾക്കൂട്ട കൊലയുടെ ഗൂഢാലോചന ക്യാമ്പായി പരിവർത്തനം ചെയ്യപ്പെടും. ആദർശ ധീരന്മാർ കൊലപാതകികളുടെ ബോറടി മാറ്റാൻ മൗനം രാഗത്തിൽ കീർത്തനം ആലപിക്കും. അധികാര ദുർവിനിയോഗവും അക്രമവും സമാസമം ചേർത്താൽ കണ്ണൂരിലെ പാർട്ടിയെ അസ്ത്രപ്രജ്ഞനാക്കാം എന്ന് കരുതിയ രാഷ്ട്രീയ പ്രതിയോഗികളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചത് അവിടെയാണ്. കുരുതി കൊണ്ട് ഭയപ്പെടുമെന്ന് കരുതിയ കണ്ണൂരിലെ CPM ആ ഘട്ടത്തിൽ ചെറുത്തുനിന്നത് ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ മുന്നിൽ നടന്ന ചിലരെ ഇനി ഭൂമിയിൽ ജീവനോടെ വെച്ചേക്കില്ല എന്ന് അവർ പ്രതിജ്ഞയെടുത്ത് നടന്ന കാലമാണത്. മുന്നിൽ നിന്ന് വീഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നിൽ നിന്ന് വെടിവെച്ചെങ്കിലും വീഴ്ത്തിയേ അടങ്ങൂ എന്ന് അവർ തീരുമാനിച്ച ആസുരകാലം. പിണറായി സഖാവിനെയോ അച്ഛനെയോ EP ജയരാജേട്ടനെയോ തീർക്കാനാണ് തോക്കും കൊടുത്ത് വിക്രം ചാലിൽ ശശിയെയും പേട്ട ദിനേശിനെയും അയച്ചത്. പിണറായി സഖാവും അച്ഛനും ജയരാജനും ഛത്തീസ്ഗഡിൽ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ഒരുമിച്ച് ട്രെയിനിൽ നാട്ടിലേക്ക് തിരിക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. മൂവരും യാത്ര ചെയ്യാൻ ഒരുമിച്ചാണ് ടിക്കറ്റ് എടുത്തതും. എന്നാൽ ബോംബെയിൽ CITU നേതാവായ PR കൃഷ്ണേട്ടന്റെ ക്ഷണപ്രകാരം പിണറായി സഖാവും അച്ഛനും ബോംബെയിലേക്ക് പോയി. ഞങ്ങളുടെ നാട്ടുകാരനായ വിക്രം ചാലിൽ ശശി ട്രെയിനിലെ കൂപ്പയ്ക്ക് അരികിൽ വന്ന് പലതവണ അച്ഛനും പിണറായി സഖാവും ഉണ്ടോ എന്ന് വീക്ഷിച്ചിരുന്നു. അവർ ഇരുവരും ഇല്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് ജയരാജേട്ടനെ പേട്ട ദിനേശൻ പോയിന്റ് ബ്ലാങ്കിൽ വാഷ് ബേസിന് അരികിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തുന്നത്. നവജീവൻ എക്സ്പ്രസിൽ കയറി രക്ഷപ്പെട്ട കൊലയാളി സംഘാംഗമായിരുന്ന വിക്രം ചാലിൽ ശശിയെ ചെന്നൈ റെയിൽവേ പോലീസ് DYSP ജോൺ കുര്യനാണ് അറസ്റ്റ് ചെയ്തത്. അയാൾ ചെന്നൈ റെയിൽവേ പോലീസിന് നൽകിയ മൊഴിയിലും പേട്ട ദിനേശൻ തിരുപ്പതി റെയിൽവേ ഇൻസ്പെക്ടർ ഭാസ്കര നായിഡുവിന് നൽകിയ മൊഴിയിലും ഞങ്ങൾ 3 പേരെ വധിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നും എന്നാൽ കിട്ടിയത് EP ജയരാജനെ മാത്രമായിരുന്നു എന്നും അന്ന് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ആദ്യം തലശ്ശേരിയിലും പിന്നീട് കണ്ണൂർ SN കോളേജിന് സമീപം ബസ്സിൽ വെച്ചും അധികം വൈകാതെ ഇരട്ടിയിലും തൊട്ടു പിന്നാലെ നടാൽ റെയിൽവേ ഗേറ്റിലും നടന്നതടക്കം പാളിപ്പോയ 5ാമത്തെ വധഗൂഢാലോചന ശ്രമമായിരുന്നു അച്ഛന് നേരെ ആന്ധ്രയിലെ രാജധാനി എക്സ്പ്രസിൽ അരങ്ങേറിയത്. ഇതിനുശേഷമാണ് അച്ഛന് സായുധ സുരക്ഷ നൽകാൻ UDF സർക്കാർ തന്നെ തീരുമാനിച്ചത്. അജ്ഞാതമായ സഹയാത്രികനെ പോലെ മരണം കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നെനിക്ക് തറപ്പിച്ചു പറയാൻ കഴിയും, മരണത്തെ എന്റെ അച്ഛൻ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. അതെ, അച്ഛൻ തന്നെയാണ് എന്റെ ഹീറോ. അതെ, അച്ഛൻ തന്നെയാണ് ഹീറോ. അച്ഛൻ എന്റെ മാത്രം ഹീറോ ആയിരുന്നില്ല കേട്ടോ. AKG ആശുപത്രി സംഘർഷം, പരിയാരം സഹകരണ സംഘം തെരഞ്ഞെടുപ്പ്, KB സുധീഷിന്റെ വധം, കൂത്തുപറമ്പ് വെടിവെപ്പ്, മാമൻ വാസു വധം, നാൽപ്പാടി വാസു വധം, EP ജയരാജൻ വധശ്രമം തുടങ്ങി സംഭവബഹുലമായ ഒട്ടേറെ സംഭവങ്ങൾ ആ ഘട്ടത്തിൽ അരങ്ങേറി. അച്ഛന്റെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു അനശ്വര രക്തസാക്ഷി മാമൻ വാസു. എന്റെ ചെറുപ്പത്തിൽ ഞാൻ നിത്യവും വീട്ടിൽ കണ്ടിരുന്ന വ്യക്തി. ചതിച്ചാണ് RSSകാർ മാമൻ വാസുവിനെ കൊന്നത്. ആ വധം നടന്നപ്പോഴാണ് ഏറെ വികാരപരവശനായി ഞാൻ അച്ഛനെ കണ്ടിട്ടുള്ളത്. KB സുധീഷ് ഞങ്ങളുടെ വീട്ടിലെ അന്തേവാസിയായിരുന്നു. സുധീഷ് കൊല്ലപ്പെട്ട ഉടനെ അച്ഛൻ കാറിൽ കയറി വേഗത്തിൽ സംഭവ സ്ഥലത്തേക്ക് പോകുന്നതും അമ്മ വാവിട്ട് നിലവിളിക്കുന്നതും ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മ വരുന്നു.
പുഷ്പേട്ടനും അച്ഛനും തമ്മിലും ഇതുപോലെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. വെടിയേറ്റ് വീണതിനു ശേഷം പുഷ്പേട്ടന്റെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ നേരിട്ടാണ് നോക്കിയിരുന്നത്. പുഷ്പേട്ടന് ഒരു നേരിയ ബുദ്ധിമുട്ട് പോലും ഉണ്ടാവരുതെന്ന നിർബന്ധ ബുദ്ധി അച്ഛൻ വെച്ച് പുലർത്തിയിരുന്നു. എപ്പോൾ അതുവഴി പോയാലും അവിടെ കയറി പുഷ്പേട്ടനെ കണ്ട് സംസാരിക്കാതെ അച്ഛൻ പോകില്ലായിരുന്നു. എല്ലാ വിശേഷ ദിവസങ്ങളിലും അച്ഛന്റെ വക എന്തെങ്കിലും സമ്മാനം പുഷ്പേട്ടനെ കൊടുക്കണമെന്നത് അച്ഛന്റെ പതിവ് ശീലങ്ങളിൽ ഒന്നായിരുന്നു. അച്ഛന് തീരെ വയ്യാതാകുന്ന ഘട്ടത്തിൽ വിഷുകൈനീട്ടവുമായി എന്നെയാണ് പുഷ്പേട്ടന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. അറിയുന്ന പുഷ്പന്റെ ബാലകൃഷ്ണേട്ടൻ മാത്രമായിരുന്നില്ല എന്റെ അച്ഛൻ. അറിയപ്പെടാത്ത ഇതുപോലത്തെ ഒരുപാട് പേരുടെ ഹീറോ ആയിരുന്നു എന്റെ അച്ഛൻ. രക്തസാക്ഷികളോട്, അനാഥപ്പെട്ട അവരുടെ കുടുംബങ്ങളോട്, മാരകമായി പരിക്കേറ്റ് ജീവൻ മാത്രം തിരികെ കിട്ടിയ സഖാക്കളോട് അച്ഛൻ അതീവ വൈകാരികതയോടെയാണ് ഇടപെട്ടത്. അവരുടെ വീടുകളിൽ ഏത് ചടങ്ങിനും ആദ്യം എത്തണമെന്നത് അച്ഛന് നിർബന്ധമായിരുന്നു. ആ കുടുംബങ്ങളിലെ കുട്ടികളുടെ പഠനം, ഉറ്റബന്ധുക്കളുടെ ജോലി, വിവാഹം, ചികിത്സ എല്ലാം ഓർത്തു വെച്ച് ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം. ഏത് പാതിരാത്രിയിലും അവർക്ക് സങ്കോചങ്ങളില്ലാതെ വിളിക്കാവുന്ന ആളായിരുന്നു കോടിയേരി. ഇതുപോലെ തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയ ധീര സഖാക്കളോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള അച്ഛന്റെ കരുതലും. പാർട്ടിക്ക് വേണ്ടി പാർട്ടിയാൽ നയിക്കപ്പെട്ട ഉച്ചി മുതൽ ഉള്ളംകാല് വരെയുള്ള അടിമുടി പാർട്ടിക്കാരനായിരുന്നു എന്റെ അച്ഛൻ. അച്ഛനിൽ ഞാൻ കാണുന്ന മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന്റെ നയതന്ത്രജ്ഞതയാണ്. കടുത്ത രാഷ്ട്രീയ ശത്രുക്കളെ പോലും വൈര്യം മറന്ന് കൂടെ നിർത്താനും പാർട്ടിയിലേക്ക് അടുപ്പിക്കാനും കാട്ടിയ മെയ്വഴക്കം അന്യാദൃശ്യമാണ്. MVR-ന് മനംമാറ്റമുണ്ടായപ്പോൾ ആ വിഭാഗത്തിന്റെ ഭാഗമായ പാട്യം രാജൻ, അരവിന്ദാക്ഷൻ, AK കണ്ണൻ, MH ഷാരിയർ തുടങ്ങിയ നേതാക്കളെ CPM-ന്റെ ഭാഗമാക്കുന്നതിൽ അച്ഛനും നിർണായക പങ്കാണ് വഹിച്ചത്. ഇതുപോലെ സഖാവ് KR ഗൗരിയമ്മയെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ മറ്റു നേതാക്കന്മാരെ പോലെ അച്ഛനും മുന്നിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ OK വാസുമാഷ്, അശോകൻ എന്നിവരെ CPM-ന്റെ ഭാഗമാക്കുന്നതിൽ സർവാത്മന പിന്തുണ നൽകിയതും പാർട്ടി സഖാക്കളെ ഇതിന്റെ രാഷ്ട്രീയ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിലും അച്ഛൻ നേതൃപരമായ പങ്കാണ് വഹിച്ചത്. ബോൾഷവിക് വീരൻ സഖാവ് KPR ഗോപന്റെ പിണക്കം മാറ്റുവാനും ചേർത്ത് നിർത്തുവാനും അച്ഛൻ മുൻകൈയെടുത്തത് 1996-ൽ K സുധാകരന്റെ കണ്ണൂരിലെ കോൺഗ്രസിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് സിറ്റിംഗ് മന്ത്രിയായ N രാമകൃഷ്ണനെ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കാണിച്ച മെയ്വഴക്കം, മുന്നണിയിലേക്ക് പുതിയ കക്ഷികളെയും വ്യക്തികളെയും കൊണ്ടുവന്നത്, മുന്നണിയിലെ ചെറുതും വലുതുമായ കക്ഷികൾക്ക് ലഭിച്ചിരുന്ന പരിഗണനയും കൊടുത്ത ഉറപ്പുകൾ പാലിക്കുന്നതും അടക്കം രാഷ്ട്രീയ ചടുലതയുടെ എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. പാർട്ടിയിലെ മുന്നണിയുടെ ഒരു വേതന സംഭാരിയുടെ പേര് കൂടിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. പലതരം വ്യക്തികൾ, അവരുടെ വ്യത്യസ്ത തരം അഭിപ്രായങ്ങൾ എന്നിവയാണല്ലോ ഒരു ചലിക്കുന്ന ജനാധിപത്യ പാർട്ടിയുടെ ജീവബിന്ദു. ഒരു പ്രശ്നത്തെപ്പറ്റി വ്യത്യസ്ത വീക്ഷണങ്ങളിൽ പലതരം നേതാക്കളെ കൂട്ടിയോജിപ്പിക്കുന്നതിനും ഇടക്കാലത്ത് രൂഢമൂലമായ വിഭാഗീയത ഏതാണ്ട് പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിനും അച്ഛൻ നേതൃപരമായ പങ്കുവഹിച്ചു എന്നതാണ് എന്റെ അഭിപ്രായം. സ്വന്തമായി ശക്തമായ അഭിപ്രായങ്ങൾ ഉള്ളപ്പോൾ പോലും വ്യത്യസ്ത ചിന്താഗതികളും അഭിപ്രായ അനൈക്യവുമുള്ള പാർട്ടി സഖാക്കൾക്ക് പോലും അച്ഛൻ ആശ്രയിക്കാൻ കഴിയുന്ന നേതാവായിരുന്നു. അവരോടും അനുകമ്പാർദ്രമായ സമീപനങ്ങളോടെയേ അച്ഛൻ ഇടപെട്ടിരുന്നുള്ളൂ. മുമ്പൊരിക്കൽ സംഘടനാ നടപടിക്ക് വിധേയനായ ഘട്ടത്തിൽ സഖാവ് കോടിയേരി തന്നോട് കാട്ടിയ കരുതലിനെ പറ്റി DYFI മുൻ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് T ശശിധരൻ പറഞ്ഞ അഭിപ്രായം ഇവിടെ പ്രസക്തമാണ്. കോടിയേരിയുടെ മാസ്റ്റർ പീസ് ചിരിയിൽ അലിഞ്ഞു തീർന്ന പരിഭവങ്ങൾ, നേരിയ സൗന്ദര്യ പിണക്കങ്ങൾ, അങ്ങനെ എത്രയെത്ര കോടിയേരി കഥകൾ. അച്ഛനൊരു നല്ല കേൾവിക്കാരനായതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അച്ഛനിലേക്ക് എത്തിപ്പെടുന്നത് എന്നതാണ്. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന, ജനങ്ങൾ പറയുന്ന ഭാഷയാണ് കോടിയേരി സംസാരിച്ചിരുന്നത്. ഒരേ കാര്യം തന്നെ പലർ പറഞ്ഞാലും ക്ഷമയോടെ കേൾക്കും. അനുകമ്പയും തികഞ്ഞ മനുഷ്യത്വ സ്നേഹവും അതിലേറെ ആർദ്രതയും ഒത്തിണങ്ങിയ ഒരു ഒന്നാന്തരം മനുഷ്യനായിരുന്നു അദ്ദേഹം. പ്രവൃത്തിയിലോ പെരുമാറ്റത്തിലോ കലർപ്പോ കാലുഷ്യമോ കൃത്രിമത്വമോ കൃതജ്ഞതയോ തീരെയില്ലാത്ത പച്ചയായ മനുഷ്യനായിരുന്നു സഖാവ് കോടിയേരി. മുന്നിൽ വരുന്ന മനുഷ്യന്റെ പദവിയോ പ്രതാപമോ നോക്കിയല്ല അച്ഛൻ ആളുകളോട് ഇടപെട്ടത്. മറ്റെന്തൊക്കെയോ കുറവുകൾ എന്റെ അച്ഛനിൽ എതിരാളികൾ ആരോപിച്ചാലും സഖാവ് കോടിയേരിക്ക് ഇരട്ടമുഖമുണ്ടെന്ന് ആരും പറയില്ല. ആ അർത്ഥത്തിൽ ശത്രുക്കൾക്ക് നടുവിൽ ജീവിച്ചിട്ടും അജാത ശത്രുവായ നേതാവായിരുന്നു സഖാവ് കോടിയേരി. തലശ്ശേരിയുടെ മണ്ണിൽ പണ്ട് തൊട്ടിത്തൊഴിലാളികൾ ധാരാളമായി ഉണ്ടായിരുന്നു. അവരെല്ലാം കറതീർന്ന സഖാക്കളായിരുന്നു. പാർട്ടി യോഗങ്ങൾക്ക് വരുന്ന സഖാക്കളുടെ ദേഹത്ത് അല്പം മുമ്പ് കോരിക്കളഞ്ഞ മനുഷ്യ വിസർജ്യത്തിന്റെ അടയാള രേഖകൾ കാണുമായിരുന്നു അത്രേ. പ്രസംഗിച്ച് താഴേക്കിറങ്ങുന്ന കോടിയേരി അവരുടെ തോളത്ത് കൈയിട്ട് നടന്നു നീങ്ങുന്നത് കണ്ട കാഴ്ച പഴയ സഖാക്കൾ പറയും. മനുഷ്യനാം മനുഷ്യത്വം എന്ന് എഴുതിയ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് 11ാമത്തെ വയസ്സിൽ പ്രസംഗിച്ച് പൊതുരംഗത്തെത്തിയ കോടിയേരിക്ക് ആ ജീവദർശ്യവും അതിന്റെ സർവലൗകിക വീക്ഷണവും കേവലം പ്രസംഗത്തിൽ ഉപയോഗിക്കാൻ ഉള്ള വാചകമായിരുന്നില്ല എന്നും ജീവിതത്തിൽ പകർത്തി സൂക്ഷിക്കാനുള്ള പ്രത്യയശാസ്ത്ര ബോധ്യമായിരുന്നു. തലശ്ശേരി നിവാസികൾക്ക് വേണ്ടി മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്ന കുറഞ്ഞ ചെലവിൽ ഉള്ള ഒരു ആശുപത്രി എന്ന ആഗ്രഹത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്.
അദ്ദേഹം തലശ്ശേരി കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് തലശ്ശേരി സഹകരണ ആശുപത്രി നിർമ്മിക്കുന്നത്. അതുവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചിരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് എത്ര ആശ്വാസമാണ് തീരുമാനം എന്നത് ഇന്ന് എന്റെ നാട് തിരിച്ചറിയുന്നുണ്ട്. പ്രമുഖ വ്യവസായിയായ MA യൂസഫ് അലിയോട് കൊച്ചിയിൽ നിങ്ങൾ ഒരു മാൾ തുടങ്ങണം എന്ന ആശയം പങ്കുവച്ചത് കോടിയേരി ആയിരുന്നു എന്ന് യൂസഫ് അലി തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. കേരളത്തിന്റെ സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി അതാത് കാലങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ ഘട്ടത്തിലും ചില അടിയന്തര കടമകൾ ജനങ്ങളെയും പാർട്ടി സംഘടനയും ഓർമ്മിപ്പിക്കാറുണ്ട്. 1939 പാർട്ടി രൂപീകൃതമായപ്പോൾ നവോത്ഥാനത്തിന്റെ തുടർച്ചയെന്നോണം ഭൂമിയുടെ ഉടമസ്ഥാവകാശികളായി മാറ്റുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ കാർഷിക പരിഷ്കരണം, സാർവത്രിക വിദ്യാഭ്യാസം എന്നീ ലക്ഷ്യങ്ങൾക്കാണ് ശ്രദ്ധ ചെലുത്തിയത്. 1980-കൾക്ക് ശേഷം സാക്ഷരതാ പ്രസ്ഥാനം, അധികാര വികേന്ദ്രീകരണം എന്നിവയാണ് ഏറ്റെടുത്തത്. കഴിഞ്ഞ 25 വർഷമായി സോഷ്യൽ സബ്സിഡി സ്കീം, അടിസ്ഥാന സൗകര്യ വികസനം, വ്യവസായിക വളർച്ച എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് മറ്റൊരു അടിയന്തര കടമ. സന്നദ്ധ പ്രവർത്തനവും പാലിയേറ്റീവ് രംഗത്തെ ഇടപെടലുകളുമാണ് സഖാവ് കോടിയേരി മുന്നോട്ട് വെച്ച ആശയം. അദ്ദേഹത്തിന്റെ അവസാന പ്രസംഗം തന്നെ ഈ രംഗത്തേക്ക് കൂടുതൽ ഇടപെടലുകൾ നടത്തണം എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു. കോടിയേരിയുടെ സ്മരണ നിലനിർത്തുന്നതിന് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് വേണ്ടി ഒരു ഡയാലിസിസ് മെഷീൻ സ്ഥാപിച്ചു നൽകാൻ സന്നദ്ധത അറിയിച്ച് ഒരു അഭ്യുദയാകാംക്ഷി മുന്നോട്ട് വന്നിട്ടുണ്ട്. തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള രോഗികൾക്ക് വലിയ ആശ്വാസമായി മാറുന്ന ഈ പദ്ധതി അച്ഛന്റെ 3ാം ഓർമ്മ ദിനത്തിൽ ഒരു നിമിത്തമായി വന്നു ചേർന്നിരിക്കുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ കോടിയേരി അസാമാന്യമായ ഇച്ഛാശക്തിയുടെ പ്രതീകമായിരുന്നു. ജീവിതത്തിലുടനീളം പോലീസിനെതിരെ നിരന്തരം പ്രതിപക്ഷ നിലപാടെടുത്ത കോടിയേരി ആഭ്യന്തരമന്ത്രി ആയപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചവരാണ് അധികവും. എന്നാൽ ജനമൈത്രി പോലീസ്, സ്റ്റുഡൻസ് പോലീസ്, കേഡറ്റ് പോലെ രാജ്യത്തിന് തന്നെ മാതൃകാപരമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയ അദ്ദേഹം പോലീസിന് മനുഷ്യമുഖം നൽകി. പോലീസിനെ ആധുനികവൽക്കരിക്കാൻ അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളും ശ്രമങ്ങളും ഇന്നും സേനയിലെ ഉദ്യോഗസ്ഥർ ആവേശത്തോടെ സ്മരിക്കുന്നു എന്നത് മകൻ എന്ന നിലയിൽ വലിയ അഭിമാനമാണ് എനിക്ക് ഉളവാക്കുന്നത്. കോൺസ്റ്റബിൾ എന്ന ബ്രിട്ടീഷ് പദം സേനയിൽ നിന്ന് മാഞ്ഞു പോകുന്നതും സിവിൽ പോലീസ് ഓഫീസർ എന്ന ജനകീയ പദം പകരം നൽകുന്നതും 50 വർഷം പഴക്കമുള്ള കേരള പോലീസ് ആക്ട് പൊളിച്ചെഴുതുന്നതും അദ്ദേഹമാണ്. ഓരോ മാസവും ഒരു പുതിയ പദ്ധതി, അത് നടപ്പിൽ വരുത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്ന കോടിയേരി മാജിക്. വിസ്താര ഭയം കൊണ്ട് ടൂറിസം അടക്കമുള്ള മേഖലയിലെ സംഭാവനകൾ ഞാൻ എടുത്തു പറയുന്നില്ല. പാർലമെന്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹം നിയമസഭയിലെ തീപ്പൊരിയായിരുന്നു. അടിയന്തര പ്രമേയം, ബില്ലുകളിലെ ചർച്ച, ക്രമസമാധാനങ്ങളിലെ ഇടപെടലുകൾ തുടങ്ങി നിയമസഭയിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എതിരാളികൾക്ക് പോലും മതിപ്പ് ഉളവാക്കുന്നതായിരുന്നു. ഏത് പ്രതിപക്ഷ നേതാവിനും വിശ്വസിച്ച് ഏത് വിഷയവും ഏൽപ്പിക്കാവുന്ന പ്രതിപക്ഷ നിയമസഭാ സാമാജികനായിരുന്നു കോടിയേരി. വിഷയം പഠിച്ചിട്ട് വരാത്ത ഏത് മന്ത്രിയും കോടിയേരിയുടെ നാവിന്റെ ചൂടറിഞ്ഞിട്ടുണ്ട്. സഭയിലെ ചട്ടങ്ങൾ, കീഴ്വഴക്കങ്ങൾ എല്ലാം കോടിയേരിക്ക് മനഃപ്പാടമായിരുന്നു. SFIയിലൂടെ വളർന്നു വന്നതുകൊണ്ടാകാം മരിക്കും വരെ വിദ്യാർത്ഥി നേതാക്കളോടും യുവാക്കളോടും പ്രത്യേക കരുതലും പരിഗണനയും അച്ഛനുണ്ടായിരുന്നു. ഇന്ന് സംസ്ഥാന പാർട്ടി നേതൃനിരയിൽ കാണുന്ന പഴയകാല വിദ്യാർത്ഥി നേതാക്കളിൽ പലരെയും ഗ്രൂം ചെയ്യുന്നതിനും അവരെ മികച്ച കേഡർമാരാക്കി വളർത്തിയെടുക്കുന്നതിനും പാർട്ടി ചുമതലക്കാരൻ എന്ന നിലയിൽ സഖാവ് കോടിയേരി വഹിച്ച പങ്ക് ചിലരെങ്കിലും ചില സ്വകാര്യ സംഭാഷണങ്ങളിൽ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അവരിൽ പലരെയും ലക്ഷണമൊത്ത നേതാക്കളാക്കി വളർത്തി എടുക്കുന്നതിൽ ഒരു പങ്ക് കോടിയേരിയും വഹിച്ചു എന്നാണ് എന്റെ പക്ഷം. ഉടനീളം സംഗ്രാമധീരമായ ആ പുരുഷായുസിൽ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന ഒരു പൂർവ്വ അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക് അച്ഛൻ. വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടാക്കിയ നവവധുവായ ഞങ്ങളുടെ അമ്മ ആദ്യ രാത്രിയിൽ അന്തിയുറങ്ങിയത് അച്ചമ്മയ്ക്കൊപ്പമാണ്. DYFIയുടെ പ്രഥമ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടാണ് അമ്മയ്ക്ക് മുന്നിൽ നവവരൻ 3 ദിവസം കഴിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നത്. എന്റെ അമ്മ വിനോദിനി ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കേട്ടു. കോടിയേരി എന്ന രാഷ്ട്രീയ നേതാവിനോട് എനിക്ക് എന്നും ആരാധനയാണ്. കോടിയേരി എന്ന ഭർത്താവിനോട് എനിക്ക് അടങ്ങാത്ത പ്രണയവും. കോടിയേരിയുടെ വിനുവിന്റെ ബാലകൃഷ്ണേട്ടൻ, അവർ ഇരുവരും 2 ആത്മാക്കളാണോ അതോ സ്ത്രീയും പുരുഷനും സംയോജിച്ച ഒരൊറ്റ സ്വരൂപങ്ങളായിരുന്നു എന്ന് എനിക്ക് ഇന്നും സംശയമാണ്. അച്ഛന് കിട്ടിയ ബാഗുകൾ, അച്ഛന്റെ പേര് അച്ചടിച്ച കടലാസുകൾ, സമ്മേളന ബാഡ്ജുകൾ, അവർ ഇരുവരും കിടന്ന കിടക്കവിരികൾ, പരസ്പരം ചായ പകർന്നു കുടിച്ച ചായക്കപ്പുകൾ എന്ന് വേണ്ട അച്ഛന്റെ സ്വകാര്യ സമ്പാദ്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് അച്ഛന്റെ വിനു ഒരു സ്മാരകം ഉണ്ടാക്കി വെച്ചു. വരുന്നവർക്കും പോകുന്നവർക്കും മുന്നിൽ ആവേശത്തോടെ അത് വിവരിക്കുന്നു. അച്ഛൻ മരിച്ച ശേഷമാണ് അമ്മ അച്ഛന്റെ ചിത്രം കയ്യിൽ പച്ചകുത്തിയത്. അത് കാണുമ്പോൾ എനിക്ക് തോന്നും അമ്മ പറഞ്ഞത് ശരിയാണ്. കോടിയേരി എന്ന രാഷ്ട്രീയ നേതാവിനോട് അവർക്ക് ആരാധനയാണ്. കോടിയേരി എന്ന ഭർത്താവിനോട് അടങ്ങാത്ത പ്രണയവും. ഒരു ചെറിയ വിഭാഗം ജനങ്ങൾക്ക് മുന്നിലെങ്കിലും കോടിയേരിയുടെ മകൻ വില്ലനാണ്. അച്ഛന്റെ സത്പേരിന് കളങ്കം ചാർത്തിയവനാണ്. പക്ഷേ എന്റെ പേരിൽ മാധ്യമങ്ങൾ വെച്ചു കെട്ടിത്തന്ന ഈ വില്ലൻ പരിവേഷമുണ്ടല്ലോ, അത് എന്റെ അച്ഛനെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോയി. കാരണം എന്നെ നന്നായി അറിയാവുന്ന ആള് എന്റെ അച്ഛനാണ്. പക്ഷേ ഈ നീചമായ വേട്ടയാടൽ കാരണം എന്റെ അച്ഛന്റെ അവസാന കാലത്ത് മകൻ എന്ന നിലയിൽ അച്ഛന്റെ രോഗാവസ്ഥയിൽ എനിക്ക് കൂട്ടിരിക്കാൻ ആയില്ല. ആ സങ്കടം എന്റെ മരണം വരെ എന്നെ വേട്ടയാടും. എന്റെ ജീവിതത്തിന്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, നിന്റെ പേരിലുള്ള ആക്ഷേപങ്ങൾ സംശയാതീതമായി തെളിയിക്കേണ്ടത് നീ മാത്രമാണ്.
നിന്റെ പേരിൽ പാർട്ടി മറുപടി പറയില്ല. അത് തന്നെയാണ് കള്ളക്കേസിൽ എന്നെ ജയിലിൽ അടച്ചപ്പോൾ അച്ഛൻ പരസ്യമായി ആവർത്തിച്ചതും. അച്ഛന് നൽകിയ വാക്ക് ഞാൻ പാലിച്ചു കഴിഞ്ഞു. എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചു. ഇനി ക്രോസ് വിസ്താരവും വിചാരണയുമാണ്. ഇനി എന്റെ ഊഴമാണ്. മുട്ടേമ്മൽ ബാലകൃഷ്ണൻ എന്ന സാധാരണക്കാരന്റെ മകൻ ബിനീഷ് നടത്താൻ പോകുന്ന വിചാരണ. എന്നെ കൂട്ടിൽ കയറ്റി നിർത്തിയ ഓരോരുത്തരും എനിക്ക് മറുപടി തരേണ്ട ദിവസം വരും. ആ കണക്ക് പുസ്തകം ഞാൻ തുറന്നു വെക്കുന്നുണ്ട്. എന്നെ ഒരു കൊല്ലം പച്ചരിയുടെ ചോറ് തീറ്റിച്ച എല്ലാവരോടുമുള്ള വിചാരണ നടക്കും. കാലം നടത്തും. തൽക്കാലം അവിടെ നിൽക്കട്ടെ. എന്റെ ജീവിതത്തിലെ ജയിൽ അധ്യായം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയക്കാരൻ എന്നോട് ഒരു പ്രവചനം നടത്തി. ഞാൻ മരിക്കുന്നതോടെ നിങ്ങൾ സ്വതന്ത്രരാവും. പിന്നെ നിങ്ങളെ വേട്ടയാടാൻ ആരും വരില്ല. അച്ഛൻ മരിച്ചു 3 കൊല്ലമാവുന്നു. അതിനുശേഷം ഒരു ഗോസിപ്പ് കോളത്തിൽ പോലും എന്നെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വാർത്ത പോലും വന്നിട്ടില്ല. അന്നത്തെ തന്നെ ബിനീഷ് തന്നെയാണ് ഞാൻ. ഇന്നെന്നെ മാധ്യമങ്ങൾക്ക് മരുന്നിന് പോലും വേണ്ട. നാഴികയ്ക്ക് 40 വട്ടം എന്റെ പേര് ഉച്ചരിച്ചിരുന്ന രാഷ്ട്രീയ പ്രതിയോഗികളും എന്നെ മറന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിയാൽ ഇപ്പോഴുള്ള സൈബർ വേട്ടയും നിൽക്കും. അച്ഛൻ പറഞ്ഞ ഈ വാചകങ്ങൾ അക്ഷരം പ്രതി ശരിയായില്ലേ? ആ പ്രവചനം നടത്തിയ അച്ഛൻ എന്റെ ഹീറോയല്ലേ? ഒന്നെനിക്ക് ഉറപ്പാണ്, ഹീനമായ രാഷ്ട്രീയ വേട്ടയുടെ രക്തസാക്ഷിയാണ് എന്റെ അച്ഛൻ. ഈ വേട്ടയുടെ കാഠിന്യം അല്പം കുറച്ചിരുന്നെങ്കിൽ പോലും കോടിയേരി ബാലകൃഷ്ണൻ അല്പകാലം ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്ന് ഉറപ്പ്. അച്ഛന് അസുഖമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ മനസ്സുകൊണ്ട് മരിച്ചുപോയവരാണ് ഞങ്ങൾ. ആ മരവിപ്പ് മാറാൻ മാസങ്ങൾ എടുത്തു. ഇത്തരം രോഗം ബാധിച്ചാൽ പരമാവധി 1 വർഷമാണ് ആയുസ്. കടുത്ത മാനസിക പ്രതിസന്ധികൾക്കിടയിലും അച്ഛൻ അതിനെ 3 വർഷം അതിജീവിച്ചു. പോരാളിയായ ബാലകൃഷ്ണൻ ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ലാത്ത മരണത്തോടും പൊരുതി തന്നെയാണ് കീഴടങ്ങിയത്. മിസ് ചെയ്യുന്നുണ്ടെന്നേ ഒരുപാട് എനിക്ക് മാത്രമല്ല, സഖാക്കൾക്ക്, എന്റെയും ബിനോയിയുടെയും മക്കൾക്ക്, ഞങ്ങളുടെ ഭാര്യമാർക്ക്, മക്കൾക്ക് അവരുടെ പൊട്ടക്കഥകൾ കേൾക്കാനും ആ പൊട്ടക്കഥകൾക്ക് സംശയം ചോദിക്കുവാനും അവരെ ചിരിപ്പിക്കാനും ആളില്ലാതെ പോകുന്നതിൽ കോടിയേരിയെ ഇന്നും ജനവും പാർട്ടിയും ഓർക്കുന്നത് കൊണ്ട് അനാഥത്വം അറിയുന്നില്ല എന്നത് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നുണ്ട്. ഈശ്വരവാര്യരുടെ പുസ്തകത്തിലെ ഓർമ്മയിലുള്ള ഒരു വാചകമുണ്ട്: മകൻ മരിച്ചാൽ അച്ഛനോ, അച്ഛൻ മരിച്ചാൽ മകനോ കൂടുതൽ ദുഃഖം എന്നാണ് കോടിയേരി ബാലകൃഷ്ണനെ പറ്റി ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒപ്പം ഇരുവരും കിടക്കുന്ന ഒരു ചിത്രവും അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരേ സമയം നമ്മളെയൊക്കെ ആ ഒരു പോസ്റ്റ് സങ്കടപ്പെടുത്തുന്നതാണ്, ആവേശത്തിലാഴ്ത്തുന്നതാണ്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വികാരം എല്ലാവരിലും ആളിക്കത്തിക്കുന്നതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.